വാഹനത്തിലെ ബ്രേക്ക് എത്രയൊക്കെ ചവിട്ടിയെന്ന് പറഞ്ഞാലും വാഹനത്തിന്റെ വേഗത കൂടുന്നതിനനുസരിച്ച് വാഹനം ബ്രേക്ക് ചവിട്ടിയാലും നിൽക്കുന്നതിന്റെ ഡിസ്റ്റൻസും കൂടും. മുൻപിൽ ഒരു തടസ്സം കണ്ടാൽ പോലും വാഹനം നിർത്താൻ സാധിക്കാത്ത വേഗതയിൽ ഓടിക്കുമ്പോൾ റോഡിലുള്ള മറ്റു വാഹനങ്ങളും റോഡിലേക്ക് ഇറങ്ങുന്നവരും പേടിക്കുക തന്നെ വേണം. റോഡിലേക്ക് വാഹനമായി കയറുന്നതിന് മുമ്പ് വാഹനത്തിന്റെ വേഗത കുറച്ചു എന്നതുകൊണ്ടോ നിർത്തി കയറാൻ പോകുന്ന റോഡിലൂടെ വാഹനങ്ങൾ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നതുകൊണ്ടോ ഗുണങ്ങളല്ലാതെ ദോഷങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. റിവേഴ്സ് വരുന്നു, തിരിക്കേണ്ട സ്ഥലമെത്തുമ്പോൾ റോഡിലൂടെ വാഹനങ്ങൾ വരുന്നുണ്ടോ എന്ന് പോലും ശ്രദ്ധിക്കാതെ വാഹനം തിരിച്ചപ്പോൾ ഉണ്ടായ അപകടമാണ്. വാഹനം അവിടെ നിർത്തി കൃത്യമായി ഇൻഡിക്കേറ്റർ ഇട്ട് മുന്നിൽ നിന്നും പുറകിൽ നിന്നും വാഹനങ്ങൾ വരുന്നുണ്ടോ എന്ന് നേരിട്ട് നോക്കിയ ശേഷം വരുന്ന വാഹനങ്ങളെ കടത്തിവിട്ടിട്ടാണ് തിരിക്കുന്നത് എങ്കിൽ ഈ അപകടം സംഭവിക്കില്ലായിരുന്നു. ഇടതുവശത്തെ റോഡിലേക്ക് കയറാൻ വേണ്ടി വലതുവശത്തേക്ക് അല്പം വാഹനമെടുത്ത് ഇടതുവശത്തെ റോഡിലേക്ക് കയറാൻ ശ്രമിച്ച കാറിന്റെ ഭാഗത്തും അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ ഇട്ടത് കണ്ടിട്ടും ഇടതുവശത്തു കൂടി ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ച സ്കൂട്ടറുകാരന്റെ ഭാഗത്തും തെറ്റുണ്ട്. മുൻപിൽ പോകുന്ന വാഹനം ഇൻഡിക്കേറ്റർ ഏത് വശത്തേക്കാണ് ഇട്ടിരിക്കുന്നത് ആ വശത്തു കൂടി ഒരു കാരണവശാലും ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കരുത്. അതുപോലെ തന്നെ ഇടതുവശത്തെ റോഡിലേക്ക് കയറുന്നതിന് വേണ്ടി റോഡിന്റെ ഇടതുവശം ചേർന്ന് തന്നെയാണ് വരേണ്ടതും ആ റോഡിലേക്ക് കയറേണ്ടതും. ഇടതുവശത്തു നിന്ന് കയറാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഇടുങ്ങിയ റോഡാണെങ്കിൽ അല്പം വലതുവശത്തേക്ക് വന്നിട്ട് വേണ്ടിവരും ഇടതുവശത്തേക്ക് തിരിക്കാൻ. ഈ ഒരു സന്ദർഭത്തിൽ പുറകിൽ വരുന്ന വാഹനങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. റോഡിൽ നിന്ന് വലത്തേക്ക് തിരിയാൻ ഇൻഡിക്കേറ്റർ ഇട്ടു എന്നതുകൊണ്ട് എതിരെ നിന്ന് വരുന്ന വണ്ടികളെ ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട് എതിരെ നിന്ന് വരുന്ന വണ്ടികൾ നിർത്തി തരട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് വണ്ടി തിരിക്കാൻ പാടില്ല. ഇൻഡിക്കേറ്റർ ഇട്ടാൽ പിന്നെ ഒന്നും നോക്കാതെ തിരിക്കാമെന്നല്ല, ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ആദ്യം തന്നെ തിരിക്കേണ്ട സ്ഥലത്തിന് മുമ്പ് ഹൈവേകളിൽ 275 മീറ്റർ മുമ്പും മറ്റ് റോഡുകളിൽ 60 മീറ്റർ മുമ്പും ഇൻഡിക്കേറ്റർ ഇടുക. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പുറകിൽ വരുന്ന വാഹനങ്ങൾക്ക് ഇൻഡിക്കേറ്റർ ശ്രദ്ധയിൽപ്പെടാനും അതിനനുസരിച്ച് മുൻകരുതലുകൾ എടുക്കാനും സാധിക്കും. തിരിയേണ്ട സ്ഥലത്തിന് മുമ്പ് വാഹനത്തിന്റെ വേഗത കുറയ്ക്കുകയും റോഡിന്റെ നടുവിലെ വരയോട് ചേർത്ത് നിർത്തുകയുമാണ് വേണ്ടത്. ഈ സമയം പുറകിൽ വരുന്ന വാഹനങ്ങൾക്ക് ഇടത് സൈഡിലൂടെ കയറി പോകാൻ സാധിക്കും. അടുത്തത് ശ്രദ്ധിക്കേണ്ടത് എതിരെ നിന്ന് വരുന്ന വണ്ടികളെയാണ്. വാഹനങ്ങൾ വരുന്നുണ്ടെങ്കിൽ ആ വാഹനങ്ങളെ പോകാൻ അനുവദിക്കുകയാണ് വേണ്ടത്. അതിനുശേഷം മാത്രമേ തിരിക്കാൻ പാടുള്ളൂ. പെഡസ്ട്രിയൻ ക്രോസിന് തൊട്ടടുത്ത് വാഹനം നിർത്തി ആളുകളെ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്നത് തെറ്റാണ്. അതുപോലെ തന്നെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ റോഡിൽ നിർത്തിയിരിക്കുന്ന ഒരു വാഹനത്തിന്റെ തൊട്ടു പുറകിലൂടെയോ മുൻപിലൂടെയോ റോഡ് മുറിച്ചടക്കാൻ ശ്രമിക്കരുത്. ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ റോഡിലൂടെ വരുന്ന വാഹനങ്ങൾക്ക് നിർത്തിയിരിക്കുന്ന വാഹനത്തിന്റെ മറ കാരണം റോഡ് ക്രോസ് ചെയ്യുന്ന ആളെ കാണാൻ സാധിക്കില്ല. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് റോഡിന്റെ രണ്ടു വശവും നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ടെന്നും തൊട്ടടുത്തായി വാഹനങ്ങൾ വരുന്നില്ല എന്നും ഉറപ്പാക്കണം. വാഹനത്തിലെ ചൈൽഡ് ലോക്ക് എന്നത് കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാന സംവിധാനമാണ്. കുട്ടികളെ പിൻസീറ്റിലിരുത്തി യാത്ര ചെയ്യുമ്പോൾ അബദ്ധവശാൽ ഡോറ് തുറക്കുന്നത് തടയുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. മാനുവൽ ചൈൽഡ് ലോക്ക് ഉള്ള വാഹനങ്ങളിൽ ഡോറിന്റെ ലോക്കിന്റെ അടുത്തായി ചെറിയ സ്ലൈഡിംഗ് സ്വിച്ചോ അല്ലെങ്കിൽ ലിവറോ നൽകിയിട്ടുണ്ടാകും. ചൈൽഡ് ലോക്ക് ആക്റ്റീവ് ചെയ്തിട്ട് ഡോർ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഉള്ളിൽ നിന്നും ആ ഡോർ തുറക്കാൻ സാധിക്കില്ല. പുറത്തുനിന്ന് മാത്രമേ ഡോർ തുറക്കാൻ സാധിക്കുകയുള്ളൂ. ചൈൽഡ് ലോക്ക് അൺലോക്ക് ചെയ്യണമെങ്കിലും ഡോർ പുറത്തുനിന്ന് തുറന്ന് സ്വിച്ചിനെ അൺലോക്ക് പൊസിഷനിലേക്ക് മാറ്റണം. ചൈൽഡ് ലോക്ക് ഇടുന്നത് കുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണെങ്കിലും ഒരിക്കലും കുട്ടികളെ തനിച്ചാക്കി ചൈൽഡ് ലോക്ക് ആക്റ്റീവ് ചെയ്ത് കാറിൽ വിട്ടുപോകരുത്. അടച്ചിട്ട കാറിനുള്ളിൽ താപനില അതിവേഗം വർദ്ധിക്കുകയും ഓക്സിജന്റെ അളവ് കുറയുകയും ചെയ്യുന്നത് കുട്ടികളുടെ ജീവന് അപകടകരമാണ്. ഇതുപോലെ വന്നുകൊണ്ടിരിക്കുന്ന അതേ വേഗതയിൽ എതിരെ നിന്ന് വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്ന പാതയിലേക്ക് എതിർവശത്തു നിന്ന് വണ്ടികൾ വരുന്നുണ്ടോ എന്ന് പോലും ശ്രദ്ധിക്കാതെ കയറുന്നത് തെറ്റും അപകടവുമാണ്. ഓപ്പോസിറ്റ് ലൈനിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ ആ പാതയിലൂടെ വരുന്ന വാഹനങ്ങൾക്ക് വഴിയിൽ യാതൊരുവിധ തടസ്സവുമില്ലാതെ പോകാനുള്ള അവകാശമുണ്ട്. അപ്പോൾ തിരിയുന്നതിന് മുമ്പ് ഇൻഡിക്കേറ്റർ ഇടുകയും വാഹനത്തിന്റെ വേഗത കുറയ്ക്കുകയും ഓപ്പോസിറ്റ് ലൈനിൽ വാഹനങ്ങൾ വരുന്നുണ്ടെങ്കിൽ കടന്നു പോകാൻ അനുവദിക്കുകയും ചെയ്ത ശേഷം മാത്രമേ ഓപ്പോസിറ്റ് ലൈനിലേക്ക് വണ്ടി എടുക്കാൻ പാടുള്ളൂ. ഓവർടേക്ക് ചെയ്യുന്നതിന് മുമ്പ് എതിരെ നിന്ന് വരുന്ന വണ്ടികളെ ശ്രദ്ധിക്കാതെ ഓവർടേക്ക് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതാണ് ഇങ്ങനെ. ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എതിരെ നിന്ന് വണ്ടികൾ വരുന്നുണ്ടെങ്കിൽ ആ വണ്ടികൾ കടന്നുപോയ ശേഷം മാത്രം ഓവർടേക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. വലത്തേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട ശേഷം വലതുവശത്തേക്ക് കയറാനായി നിൽക്കുക. പിന്നെ ഇടതുവശത്തേക്ക് വണ്ടി തിരിക്കുക. മാന്യമായി വാഹനം ഓടിച്ചു വരുന്നവരെ തെറി വിളിക്കുക. ഇങ്ങനെ ചില പ്രത്യേക നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇതുപോലുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിനായി പേജ് ഒന്ന് ഫോളോ ചെയ്യണം.